Dear aspirants, Army, Navy, Air Forceil ഒരു ഓഫീസർ ആകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊരു ഡിഗ്രി ഗ്രാജുവേറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന UPSC നടത്തുന്ന CDSനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇൻ ദിസ് വീഡിയോ വി വിൽ ഡിസ്കസ് ഓൾ ദി ആസ്പെക്ട്സ് അബൌട്ട് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ. എന്താണ് CDS? ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതായിട്ട് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ഫോർ UPSC CDS വിൽ ബി റിലീസ്ഡ് ഓൺ 20th of May. ഈ മാസം 20ാം തീയതി CDSന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ആകും. സെയിം ഡേറ്റ് തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. ആപ്ലിക്കേഷൻ വിൽ ക്ലോസ് ഓൺ 9th of June. 9th June ആപ്ലിക്കേഷൻ ക്ലോസ് ആകും. എപ്പോഴാണ് ഈ എക്സാം? ഇറ്റ് വിൽ ബി കണ്ടക്റ്റഡ് ഓൺ 13th of September. September 13th നെക്സ്റ്റ് CDS എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഓക്കെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ്? ഓക്കെ, ദോസ് ഹു ക്ലിയർ ദിസ് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ദേ ബിക്കം ആൻ ഓഫീസർ ഇൻ ആർമി, നേവി, എയർഫോഴ്സ്. ഓക്കെ, ഇനിയിപ്പോൾ ആർമീൻ്റെ കേസിലാണെങ്കിൽ രണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പെർമനന്റ് കമ്മീഷൻ ഉണ്ട്, ഷോർട്ട് സർവീസ് കമ്മീഷൻ ഉണ്ട്. പെർമനന്റ് കമ്മീഷൻ ഉള്ള ആൾക്കാർ ജോയിൻ ചെയ്യുന്നത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ദഹ്റാദൂൺ ആണ്. ഓക്കെ, അതേ സമയത്ത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ജോയിൻ ചെയ്യുന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് those who opt for Navy, they will join the Indian Naval Academy Erimala, and those who opt for Air Force will join the Air Force Academy in Hyderabad. Okay, അപ്പോൾ ഒരു ഓഫീസർ ആകാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ആർമി, നേവി ആൻഡ് എയർഫോഴ്സിൽ. ഓക്കെ, ഇനി സോ ഏത് റാങ്കിലാണ് നമ്മൾ കമ്മീഷൻ ആകുക? ഓക്കെ, ഇപ്പോൾ CDS ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് റാങ്കിലാണ് നമ്മൾ കമ്മീഷൻ ആകുക? ആർമിയിലാണെങ്കിൽ യു വിൽ ബി കമ്മീഷൻഡ് ഇൻ ദ റാങ്ക് ഓഫ് ലെഫ്റ്റനന്റ്, നേവിയിലാണെങ്കിൽ സബ് ലെഫ്റ്റനന്റ്, എയർഫോഴ്സിലാണെങ്കിൽ ഫ്ലൈയിങ് ഓഫീസർ. ഇതൊക്കെ ഒരു ഗ്രൂപ്പ് A ക്ലാസ് 1 ഗസറ്റഡ് ഓഫീസർ റാങ്ക് ആണ്. ഓക്കെ, സോ അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഗ്രാജുവേഷൻ, നമ്മൾ ഡിഗ്രി കഴിഞ്ഞാൽ കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ആരൊക്കെയാണ് ഇതിലൊക്കെ എലിജിബിൾ ആയിട്ട് വരുന്നത് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി 19 years to 24 years വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ഓക്കെ, ഇന്ത്യൻ നേവൽ അക്കാഡമി ആണെങ്കിൽ അഗെയിൻ 19 to 24, എയർഫോഴ്സ് അക്കാഡമി 20 to 24. ഇനി അത് കൂടാതെ ഉള്ളത് നെക്സ്റ്റ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി. ഓക്കെ, ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. ഓക്കെ, 19 to 25. ഓക്കെ, ഹിയർ ഓൾസോ 19 to 25. അപ്പോൾ OTA എൻട്രിക്ക് നമുക്ക് കുറച്ചും കൂടി ഏജ് ലിമിറ്റ് കുറച്ചും കൂടി കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. ഓക്കെ, ഇനി ഈ പറയുന്ന 4 അറ്റംപ്റ്റിലും ഈ പറയുന്ന 4 കാറ്റഗറിയിലും ഗേൾസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് OTA മാത്രമാണ് അറ്റ് പ്രസന്റ്. ഓക്കെ, ബോയ്സിനാണെങ്കിൽ ഈ പറയുന്ന IMA, INA, എയർഫോഴ്സ് അക്കാഡമി OTA ബോയ്സിനും കൂടി അപ്ലൈ ചെയ്യും. ഗേൾസിന് ആകെ OTA മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി വേറെ എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത്? ഇപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി അതേപോലെ തന്നെ OTA അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി മാത്രം ഉണ്ടായാൽ മതി. ഓക്കെ, ഒരു ഡിഗ്രി ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി. യു ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ IMA ആൻഡ് OTA. CDSന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും, IMA വേണോ OTA വേണോ 1 2 3 4 എന്നിട്ട് നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ IMA OTA കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ഡിഗ്രി മാത്രം ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ ഇന്ത്യൻ നേവൽ അക്കാഡമി അല്ലെങ്കിൽ നേവി ആണ് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഇന്ത്യൻ നേവൽ അക്കാഡമിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി മസ്റ്റ് ആണ്. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് CDSൽ നേവി ഓപ്ഷൻ കൊടുക്കാൻ പറ്റൂ. ഓക്കെ, വാട്ട് അബൌട്ട് എയർഫോഴ്സ്? എയർഫോഴ്സിലാണെങ്കിൽ ഡിഗ്രി മതി, പക്ഷേ 12th നിങ്ങൾ ഫിസിക്സും മാത്സും പഠിച്ചിരിക്കണം. 12th ലെവലിൽ ഫിസിക്സും മാത്സും പഠിച്ചിട്ടുള്ള കുട്ടിയാണെങ്കിൽ എനി ഡിഗ്രി ഈസ് ഫൈൻ. ഓക്കെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇൻ ഓർഡർ ടു അപ്ലൈ ഫോർ എയർഫോഴ്സ്. ഓക്കെ, അപ്പോൾ ബോയ്സിനാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, അതേപോലെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, നേവൽ അക്കാഡമി, എയർഫോഴ്സ് അക്കാഡമി, OTA. ഗേൾസിന് ഓൺലി OTA അറ്റ് പ്രസന്റ്. ഇങ്ങനെയാണ് സിറ്റുവേഷൻ ഉള്ളത്. ഓക്കെ, മേ ബി ദേ വിൽ ഇൻ ഫ്യൂച്ചർ എല്ലാ സ്ഥലത്തും ഇൻക്ലൂഡ് ചെയ്യുമായിരിക്കും. ഇനി കാൻഡിഡേറ്റ്സ് ഹു ആർ സ്റ്റഡിങ് ഇൻ ദെയർ ഫൈനൽ സെമസ്റ്റർ ദേ ക്യാൻ ഓൾസോ അപ്ലൈ. ഓക്കെ, അതായത് ഇപ്പോൾ നെക്സ്റ്റ് വരുന്ന നോട്ടിഫിക്കേഷൻ, അതായത് 20ാം തീയതി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ നെക്സ്റ്റ് ഇയറിൽ പാസ് ഔട്ട് ആകുന്ന സ്റ്റുഡൻസിന് പോലും അപ്ലൈ ചെയ്യാം.
ഓക്കെ, കാരണം ഇതിൻ്റെ എക്സാം വരുന്ന എപ്പോഴാണ്? സെപ്റ്റംബറിലാണ്. ഈ സെപ്റ്റംബറിൻ്റെ എക്സാം വന്നു, അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ജനുവരി ഒക്കെ ആകും. പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ബൈ ദ ടൈം ജൂൺ ഹാപ്പൻസ്, യു ക്യാൻ ജോയിൻ ദി ട്രെയിനിങ് അക്കാഡമി. ഓക്കെ, ഫൈൻ, ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഇപ്പോൾ ഇനി ഫൈനൽ സെമസ്റ്ററിലേക്ക് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫൈനൽ ഇയറിലേക്ക് പോകുന്ന ആൾക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, നൗ വാട്ട് ഈസ് ദ സെലക്ഷൻ പ്രൊസീജിയർ? ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് UPSC കണ്ടക്ട് ചെയ്യുന്ന കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ റിട്ടൺ എക്സാം ആണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, നമ്മൾ അത് ക്വാളിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സർവീസസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ, SSB ഇന്റർവ്യൂ. ഓക്കെ, SSB ഇന്റർവ്യൂവിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് അതിൽ ലിങ്ക് കാണാൻ പറ്റും. യു ക്യാൻ go and check out. Okay, very simple process, very easy process and like a fun process. Okay, or personality assessment aanu, pakshe it's a 5-day process. Okay, so that is the next stage. Once you qualify, once you get recommended by the services selection board, next comes your medical examination and adu kayinjal or final merit list. Okay, this final merit list is based on written score and interview score. Okay, adinte adisthanathilaanu merit list undaga. If you qualify, you will join the respective training academy. Okay, now നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. എന്താണ് ഈ പറയുന്ന എക്സാം പാറ്റേൺ? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് എക്സാം ക്ലിയർ ചെയ്താലല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമിനെ പറ്റി തന്നെ ഒന്ന് ചർച്ച ചെയ്യാം. സോ IMA, INA, AFA, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, നേവൽ അക്കാഡമി, എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് they will have 3 പേപ്പർ. ഓക്കെ, 3 പേപ്പറാണ് ഉള്ളത്. 2 മണിക്കൂർ വെച്ചിട്ടാണ് ഉണ്ടാകുക. ഓക്കെ, ടോട്ടൽ ഓഫ് 100 മാർക്സ് ഈച്ച്, 120 ക്വസ്റ്റ്യൻ ഈച്ച്. ഓക്കെ, ഇംഗ്ലീഷ് പേപ്പർ 1, ജനറൽ നോളജ് ആൻഡ് എലിമെൻ്ററി മാത്തമാറ്റിക്സ്. ഓക്കെ, ഇംഗ്ലീഷ്, GK ആൻഡ് മാത്സ്. ഇതാണ് 3 പേപ്പർ. ഓക്കെ, 2 മണിക്കൂർ വെച്ചുണ്ടാവും, 120 ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഔട്ട് ഓഫ് 300 ആണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. OTൻ്റെ കേസിലാണെങ്കിലോ? അപ്പോൾ OTൻ്റെ കേസിലാണെങ്കിൽ ഓക്കെ, വി ഓൺലി ഹാവ് ഇംഗ്ലീഷ് ആൻഡ് GK, മാത്സ് ഇല്ല. ഓക്കെ, ഇംഗ്ലീഷ് ആൻഡ് GK മാത്രമേ ഉള്ളൂ. അപ്പോൾ 200 മാർക്കിലാണ് നിങ്ങൾ പരീക്ഷ ഉള്ളത്, 2 മണിക്കൂർ. ഓക്കെ, 120 ക്വസ്റ്റ്യൻസ് ഈച്ച്. ഓക്കെ, സോ അഗെയിൻ ദിസ് ഈസ് വെരി ബേസിക്. അത്ര ഡിഫിക്കൽട്ട് ആയ എക്സാം അല്ല. ഇറ്റ്സ് എ കമ്പാരിറ്റീവ്ലി ആൻ ഈസി എക്സാം. ഓക്കെ, UPSCൻ്റെ നിങ്ങളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ദ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ദേ ആസ്ക്. Okay, and cut off is also not that much. Okay, ഒന്ന് ചെക്ക് ചെയ്തല്ലോ. ഇപ്പോൾ IMAൻ്റെ ലാസ്റ്റ് വന്ന കട്ട് ഓഫ് ഔട്ട് ഓഫ് 300 120, 50% പോലും ഇല്ല. ഓക്കെ, INAൻ്റെ 104, എയർഫോഴ്സിനെ 128, OTA men 81, OTA women 81. This is out of 200, this is out of 300. ഓക്കെ, ഈസി അല്ലേ? കട്ട് ഓഫ് കുറവല്ലേ? ഓക്കെ, അപ്പോൾ ദ മെയിൻ തിങ് ദാറ്റ് യു നീഡ് ഹിയർ ഇസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡോണ്ട് നോ ഹൗ ടു അപ്രോച്ച് ദീസ് കൈൻഡ് ഓഫ് എക്സാംസ്. കുറേ വേറെ എക്സാംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവർ പോയി എഴുതി ചെയ്യുക. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ഷോട്ടിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, ദാറ്റ് സിമ്പിൾ ദിസ് ഇസ്. ഓക്കെ, സോ ദിസ് സ്കോർ ഇസ് ആഫ്റ്റർ ആഡിങ് യുവർ SSB സ്കോർ. SSB സ്കോറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ വരുന്ന സ്കോറാണിത്. ഓക്കെ, ദ ലാസ്റ്റ് റെക്കമെൻഡഡ് കാൻഡിഡേറ്റിൻ്റെ മാർക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ മിനിമം മാർക്ക്. ഓക്കെ, so now let's discuss about why we are here. Okay, so we are here to support you in your preparation. If you are serious about clearing CDS, ഇപ്പോൾ നെക്സ്റ്റ് സെപ്റ്റംബറിൽ വരാൻ പോകുന്ന എക്സാം, സെപ്റ്റംബർ 13th വരാൻ പോകുന്ന എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു എയിം ആയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ then we are there to support you because we are launching our Yodha batch and Rakshak batch. Okay, for CDS. Yodha is for IMA, Naval and Air Force entry. That the maths included ആയിട്ടുള്ളത്. And Rakshak batch is for OTA where maths is not included. Okay, so ഈ 2 batches we are launched. Okay, it's already there. So those who are serious about this preparation, okay, they can connect with us. Okay, എങ്ങനെയാണ് ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? Because this includes everything. Okay, you will have recorded classes, you will have live classes. Okay, you will have doubt clearing sessions, previous year question paper analysis. Most important thing, unless you don't know the kind of pattern, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് അത് അറിയില്ലെങ്കിൽ you will not be able to clear this. Okay, കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ടാവും. ഓക്കെ, ബിക്കോസ് UPSC മൈൻഡ് സെറ്റ് ഇസ് ലിറ്റിൽ ഡിഫറെൻറ്റ്. നമ്മൾ സാധാരണ അറ്റംപ്റ്റ് ചെയ്യുന്ന പോലെ കോമ്പറ്റേറ്റീവ് എക്സാം പോലെയല്ല. ഏതൊരു PSC എക്സാം വെച്ച് കമ്പയർ ചെയ്താൽ പോലും UPSC ഇസ് എ വെരി ഡിഫറെൻറ്റ് എക്സാം.
Okay, it's like a game. അത് ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ you will be able to easily crack this. Okay, so the people who are taking this class are the people who have cleared these kind of exams, be it UPSC, be it NDA, be it AFCAT, be it Coast Guard Common Admission Test. Okay, ഇതൊക്കെ ക്ലിയർ ചെയ്ത ആൾക്കാരാണ് ഈ പറയുന്ന എക്സാം. കാരണം they know, okay, we understand the pattern, we have gone through this multiple times, we have seen this. Okay, so if you're serious about the preparation, if you want to join, you can contact us for more details. Okay, so I hope things are here. So are you ready? Okay, so thank you so much for attending this session. I'll see you in the class. Thank you.